വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിൽ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ഓൾറെഡി നമ്മൾ അറിഞ്ഞ കാര്യമാണ്, യോർഗൻ ക്ലോപ്പിൻ്റെ അവസാനത്തെ സീസണാണ് നിലവിൽ ലിവർപൂളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സീസണ് അവസാനത്തേക്ക് എത്തുമ്പം അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. എനിവേ അവർക്ക് ക്ലോപ്പിന് ഒരു പ്രോപ്പറായിട്ടുള്ള പകരക്കാരനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഉയർന്നു കേട്ട പേരെന്ന് പറയുന്നത് ക്സാബി അലോൺസോൻ്റെ പേരാണ്. അപ്പം ഞാൻ വിചാരിച്ച് ക്സാബി അലോൺസോ ആയിരിക്കും ക്ലോപ്പിൻ്റെ ആ ഒരു പകരക്കാരനാണ്. കാരണം നമ്മൾ ഈ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ക്സാബി അലോൺസോ എന്നുള്ള ഓപ്ഷൻ ഭയങ്കര കറക്റ്റായിരുന്നു. ഓക്കെ, പിന്നെ ക്സാബി അലോൺസോ ലെവർകൂസനിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. പിന്നെ റൂബൻ അമോറിമിൻ്റെ പേര് വന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് റൂബൻ അമോറിമും അല്ല, അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് ആർക്കാണ്? അത് ആർനെ സ്ലോട്ട് എന്ന ഡച്ച് മാനേജർക്കാണ്. അപ്പം ആർനെ സ്ലോട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആൾ കളിച്ച സമയത്ത് ഒരു മിഡ്ഫീൽഡറായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയറായിരുന്നു. അദ്ദേഹം വിരമിച്ച ശേഷം പിന്നീട് മാനേജ്മെൻറ്റിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ക്യാമ്പർ എന്ന് പറയുന്ന ഒരു ഡച്ച് ടീമിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ കരിയർ ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ ക്യാമ്പറിൽ നല്ല റെക്കോർഡ്സൊക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അയാക്സിനെ ഒരു ഡൊമസ്റ്റിക് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിക്കുന്നുണ്ട്. അവിടെ അവർ സെമി ഫൈനലിൽ പരാജയപ്പെടുന്നത് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവർ ഫെയ്നോർഡിനോടാണ് പരാജയപ്പെടുന്നത് തോന്നുന്നു. ഓക്കെ, സോറി, ഏസ്ഡ് ആൽക്മാറിനോടാണ് അവർ പരാജയപ്പെടുന്നത്. സോ ഒരു സെക്കൻഡ് ഡിവിഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗ് കപ്പിൻ്റെ സെമിയിലേക്ക് എത്തുക, അതും അയാക്സിനെ തോൽപ്പിച്ച്, അന്ന് ഡോണി വാൻഡിബീക്കും അതുപോലത്തെ ഫ്രാങ്കി ഡിയോങ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ തോൽപ്പിച്ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ മുമ്പോട്ട് പോയി. പിന്നീട് അദ്ദേഹം ആ ഒരു ടീം വിട്ടിട്ട് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ഏസ്ഡ് ആൽക്മാർ എന്ന ക്ലബിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ്. 2 വർഷം അവിടെ അദ്ദേഹം അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഏസ്ഡ് ആൽക്മാറിൻ്റെ മാനേജറായിട്ട് മാറി. അവിടെ നിന്ന് അദ്ദേഹം 2021 നമ്മുടെ ഫെയ്നോർഡിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് മാനേജേഴ്സിൻ്റെ പേര് നമ്മൾ ലിങ്ക്ഡായിട്ട് കേൾക്കും. അപ്പം എന്താണ് ഇപ്പോൾ ക്സാബി അലോൺസോൻ്റെ പേര് ലിങ്ക്ഡായി കേട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് യോർഗൻ ക്ലോപ്പിൻ്റെ യഥാർത്ഥ പകരക്കാരൻ ക്സാബി അലോൺസോ ആണ്. ഇനിയിപ്പോൾ റൂബൻ അമോറിമിൻ്റെ പേര് കേട്ടാൽ നമ്മൾ യൂട്യൂബിൽ കാണാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥ പകരക്കാരൻ റൂബൻ അമോറിമാണ്. ആർനെ സ്ലോട്ടിനെയും ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെ കേൾക്കും. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കലി ഉള്ള ഒരു സാമ്യത ഉണ്ട് നമ്മൾ യോർഗൻ ക്ലോപ്പിൻ്റെ ടീമും അതുപോലെ ആർനെ സ്ലോട്ടിൻ്റെ ടീമും തമ്മിൽ. അതായത് 2021 മുതലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലൂസിങ് പൊസിഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഗെയിൻ ചെയ്ത ടീം എന്ന് പറയുന്നത് ലിവർപൂളും ഫെയ്നോർഡുമാണ്. ഓക്കെ, 2021 മുതൽ. അതായത് യോർഗൻ ക്ലോപ്പ് അപ്പം ലിവർപൂളിൻ്റെ മാനേജറാണ്, അവിടെ ആർനെ സ്ലോട്ട് ഫെയ്നോർഡിൻ്റെ മാനേജറാണ്. അപ്പോൾ 2 ടീമുകളും ഗെയിൻ ചെയ്തിട്ടുള്ളത് 62 പോയിൻ്റാണ്. ഓക്കെ, ദാറ്റ് ഷോസ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ്. ഓക്കെ, മറ്റൊന്നുമല്ല, ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ആ ഒരു സ്റ്റാറ്റ് കാണിക്കുന്നത്. നമ്മൾ 2021 മുതലുള്ള മറ്റൊരു സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിൽ നിന്നും പൊസിഷൻ വിൻ ചെയ്ത ടീം ഏതാണ്? ആ ടീമിൻ്റെ പേരെടുക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? അത് ഫെയ്നോർഡാണ്. അതായത് ലിവർപൂളിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഫെയ്നോർഡാണ്. അപ്പം അത് കുറച്ച് ക്രേസി ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ആണ്. അപ്പം അത് ജസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ആർനെ സ്ലോട്ട് എന്ന മാനേജറുടെ ഫിലോസഫി എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഭയങ്കര ക്ലിയർ ആണ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ടു മാച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആൾ 4-2-4, 4-2-3-1, 4-3-3, അപ്പം ഇങ്ങനെ പല ഷേപ്പ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എപ്പോഴും മൂപ്പര് ഡബിൾ പിവട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് വൈഫറിനെ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതൊക്കെ പോസിറ്റീവ്സാണ്, നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ ഈ ടാക്ടിക്സ് മാച്ച് ടു മാച്ച് മാറിക്കൊണ്ടിരിക്കും. ആളുടെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് ക്ലോപ്പിന് സമാനമായിട്ടുള്ള രീതിയിൽ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോപ്പിന് സമാനമായിട്ടുള്ള രീതിയിൽ ഹൈ പ്രസ്സിങ് ഫുട്ബോൾ കളിക്കുക, ഹൈ എനർജി ഫുട്ബോൾ കളിക്കുക, പേഷ്യൻസ്, അതിനപ്പുറം ഷടപടയെന്ന് പറഞ്ഞിട്ട് ബോൾ അപ്പുറത്തെ ഫേസിലേക്ക് കൊണ്ടുപോകുക, പെട്ടെന്ന് ട്രാൻസിഷൻ നടത്തുക, ഓപ്പണൻറ്റ് ഹാഫിലേക്ക് എത്തുക, വിങ്ങിലൂടെ കളി കൊടുത്തിട്ട് ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക, ഗോൾ അടിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കളി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡിഫൻസ് ആ ഒരു ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പം ഡിഫൻസിൽ സ്വാഭാവികമായിട്ടും നല്ല ബോളിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം. ലിവർപൂളിന് അതുണ്ട്. അപ്പം അങ്ങോട്ട് വന്നിട്ട് അവർ വിങ് ബാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇനീഷ്യൽ പ്രസ്സിംഗ് ലൈനിനെ തകർത്തിട്ട് വെയ്ഫറിനെ പോലത്തെ പ്ലെയറിലേക്ക് പന്ത് എത്തിക്കുന്നു. വെയ്ഫർ മോസ്റ്റ് പ്രോബബ്ലി ഒന്ന് പന്ത് കൈമാറുക വിങ്ങർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് അറ്റാക്കിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഫെയ്നോർഡ്. അപ്പം പേഷ്യൻ്റ് അറ്റാക്കിന് പകരം വളരെ
ഹൈ ഇൻറ്റൻസിറ്റിയിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് ഈ മനുഷ്യൻ ഫെയ്നോർഡിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്. അദ്ദേഹം എർഡിവേഴ്സി ട്രോഫി അടിച്ചിട്ടുണ്ട്, അതുപോലെ KNVB കപ്പ് അടിച്ചിട്ടുണ്ട്, പിന്നെ UEFA കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനൽ വരെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലിൽ അന്ന് ഹൊസേ മൗറിഞ്ഞോൻ്റെ റോമനോട് തോറ്റിട്ടാണ് പുറത്തു പോകുന്നത്. തൻ്റെ അരങ്ങേറ്റ സീസണിലാണ്, അതായത് ഫെയ്നോർഡിലെ ഫസ്റ്റ് സീസണിലാണ് അദ്ദേഹം UEFA കോൺഫറൻസ് ലീഗിൽ എത്തിയതെന്നും കൂടി നമ്മൾ ജസ്റ്റ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു സ്റ്റാറ്റ്സും കൂടെ ഉള്ളത്, അദ്ദേഹം AZ ആൽക്മാറിൻ്റെ മാനേജറായി നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ട്രോഫിൻ്റെ ഒക്കെ അടുത്ത് എത്തിയതാണ്. പക്ഷേ അവർ ഈ കൊറോണയ്ക്ക് ശേഷം ബാക്കിയുള്ള ലീഗ്സൊക്കെ ടൂർണമെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്തപ്പം അവർ റീസ്റ്റാർട്ട് ചെയ്തില്ല. അവർ എവിടെയാണോ നിർന്നത് അവിടെ ലീഗ് ജസ്റ്റ് നിർത്തി വെക്കാനുണ്ടായത്. ഓക്കെ, അപ്പം അവിടെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവിടെ ഒരു ട്രോഫിയും കൂടെ അടിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ആർനെ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ AZ ആൽക്മാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അവരുടെ ഈ ഒരു യൂറോപ്യൻ ചൈത്രയാത്ര ഉണ്ടല്ലോ, ഈ ഒരു ഫൈനലിലെത്തിയ അത് 20 വർഷത്തിന് ശേഷമാണ് അവർ യൂറോപ്യൻ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കും എത്തുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ടാക്ടിക്കൽ ഇതൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മാനേജറിലേക്ക് നോക്കുന്ന സമയത്ത് ആൾ സൂപ്പർ മാനേജറാണ്, പിന്നെ യങ് ആണ്, അതായത് 45 വയസ്സേ ഉള്ളൂ. 45 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം തന്നെയാണ്. സോ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ കാണുന്നത് എന്താണ്, അതായത് എർഡിവേഴ്സിയും പ്രീമിയർ ലീഗും തമ്മിലുള്ള ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ആണ്. അപ്പം എർഡിവേഴ്സിയിൽ നിന്ന് മുമ്പും പലരും പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പലരും ക്ലിക്കാവാതെ പോകുന്ന കാഴ്ചയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എറിക് ടെൻ ഹാഗ്. എറിക് ടെൻ ഹാഗ് വേൾഡിലെ മോസ്റ്റ് പ്രോമിസിങ് പരിശീലകൻ എന്ന് എല്ലാവരും വാഴ്ത്തിയുന്ന ഒരാളാണ്. പക്ഷേ ആൾ പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോൾ ആകെ പാളിപ്പോയി. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിങ്ങനെ കോൺക്രീറ്റ് ആയി വരികയാണ്. ഫസ്റ്റ് നമ്മൾ ആർനെ സ്ലോട്ടിൻ്റെ പേര് ജസ്റ്റ് കേട്ടു, പിന്നെ കുറച്ച് റിലയബിൾ സോഴ്സിൽ നിന്ന് വന്നു, പിന്നെ ആർനെ സ്ലോട്ട് വരെ തൻ്റെ ലിവർപൂളിലേക്ക് വരാനുള്ള ആഗ്രഹം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയുണ്ടായി. സോ ഈ ഡീല് നടക്കാനുള്ള ചാൻസ് നിലവിൽ 90% കടന്നിരിക്കുകയാണ്. മിക്കവാറും ഈ ചങ്ങായിയൊക്കെ തന്നെ ആയിരിക്കും മാനേജറായിട്ട് വരിക. അപ്പോൾ ലിവർപൂൾ ഫാൻസ് അതിന് തയ്യാറായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ മൈക്കൽ എഡ്വേർഡ്സ് എന്ന മനുഷ്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഒരു കീ ഡിസിഷൻ മൂപ്പർ എടുത്തിരിക്കുകയാണ്. അപ്പം ലോങ് ടേം പ്ലാൻ തന്നെയാണ് ഈ ഒരു മാനേജറെ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇദ്ദേഹം വരുമോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെ വർക്കൗട്ടാവും. ഇനി വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കളി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിൻ്റെ കളി കണ്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താം. നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കുന്ന സമയത്ത് ഓക്കെ, അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജറല്ല. അതായത് ഇപ്പോൾ ക്ലോപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ക്ലോപ്പ് നമ്മുടെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ ഒരു UCL ഫൈനൽ എത്തിച്ച ശേഷം അവരുടെ കൂടെ ബുണ്ടസ് ലീഗ് ബയേണിനെ മറികടന്ന് അടിച്ച ശേഷമൊക്കെയാണ് ലിവർപൂളിലേക്ക് എത്തുന്നത്. അത്ര എക്സ്പീരിയൻസ് ഈ ഒരു മനുഷ്യനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിലേക്ക് ഒരു എൻട്രി നടക്കുകയാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എനിവേ അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള മാനേജറാണ്. ഫെയ്നോർഡിനായിട്ട് UEFA കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തുക, അതുപോലെ ഒരു എർഡിവേഴ്സി അടിക്കുക. അപ്പോൾ അതൊന്നും ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല. മറ്റൊരു ഫാക്ടർ എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഈ മാനേജറുടെ പേര് കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് കേട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ പുതിയ മാനേജർക്ക് വേണ്ടി തിരയുന്ന സമയത്ത് ആർനെ സ്ലോട്ടിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് വന്നുപോയി. പക്ഷേ അവിടെ ആൻഗെ പോസ്റ്റ്കോഗ്ലു വന്നു, മൂപ്പര് ടീമിനെ വലിയ കുഴപ്പമില്ലാതെ തന്നെ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. സ്പേഴ്സ് ഫാൻസൊക്കെ അത്യാവശ്യം ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.